Hey guys, I'm going for a dinner date. So ഞാനൊരു ക്വിക്കായിട്ടൊന്ന് റെഡി ആയതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പ്രോഡക്റ്റ്സ് മാത്രം ഒന്ന് മെൻഷൻ ചെയ്യാം കേട്ടോ. ബ്ലഷ് നൈക്കയുടെ രണ്ട് ഡുവോ ഉള്ള ഒരു ഞാൻ നൈക്കയുടെ പ്രോഡക്റ്റ്സ് ആണ് കൂടുതൽ യൂസ് ചെയ്യാറ്. ബ്ലഷ് നൈക്കയുടെയാണ്. ഞാൻ രാത്രി ആയതുകൊണ്ട് കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ഷെയ്ഡായിട്ടോ യൂസ് ചെയ്തത്. ഗെറ്റ് റെഡി വിത്ത് മീ പോലെ ചെയ്യാൻ പറ്റിയില്ല. സോ ഞാൻ പ്രോഡക്റ്റ്സ് പരിചയപ്പെടുത്താം. ഇത് അത്യാവശ്യം നല്ലൊരു മസ്കാരയാണ് കേട്ടോ. ഇത് ഷാർലറ്റ് ടിൽബറിയുടെ എസ്സാജർ ഐസ് വോളിയം മസ്കാരയാണ്. ഞാൻ അത് ലൈറ്റായിട്ട് ഇട്ടിട്ടുള്ളൂ. ഐ എം നോട്ട് എ മസ്കാര പേഴ്സൺ, ബട്ട് സ്റ്റിൽ ഐ വാണ്ട് ടു ട്രൈ ദിസ്. സോ അതാണ് കേട്ടോ, നല്ലതാണ്. പിന്നെ റീസെൻ്റ് ആയിട്ട് ഞാൻ നൈക്കയിൽ നിന്ന് മാറിയിട്ട് നമ്മുടെ ഇത് മാക്കിൻ്റെ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്ത് തുടങ്ങി. ഇത് മാക്കിൻ്റെ ആണ് കേട്ടോ. അത് ഏത് ഷെയ്ഡാണെന്ന് ഞാൻ പറയാം. A35 ഇതിൽ എഴുതിയിരിക്കുന്നത് 689 എന്ന് പറഞ്ഞ നമ്പർ ഉണ്ട് കേട്ടോ. പല ഷെയ്ഡ്സ് ഉണ്ട്. നമ്മൾ കറൻ്റ്ലി ഐ എം യൂസിങ് ഇത്. ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്നത് ഇതാണ് കേട്ടോ. രാത്രിയാണ് ഞാൻ കുറച്ചൊരു പിങ്കിഷ്, എനിക്ക് കുറച്ചുകൂടി ഒരു ബ്രൗണിഷ് പിഞ്ചുള്ള സാധനം ഇഷ്ടമാണ്. ഞാൻ മുഖത്ത് വേറെ ഫൗണ്ടേഷനോ അല്ലെങ്കിൽ എന്താ പറയുക ടോണർ, മോയിസ്ചറൈസർ, ഈവൻ രാത്രിയാണ് സൺസ്ക്രീൻ പോലും ഇട്ടിട്ടില്ല. വേറെ ഒരു പ്രോഡക്റ്റ്സ് യൂസ് ചെയ്തിട്ടില്ല. ഇവിടെയാണോ? സോ കോമ്പാക്ട് ഞാൻ പൗഡർ വർഷങ്ങളായിട്ട് ഞാൻ പൗഡർ ഉപയോഗിക്കുന്നില്ല. അപ്പം ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ജസ്റ്റ് ബ്ലഷ് ഇട്ടു, ലിപ്സ്റ്റിക് ഇട്ടു, മസ്കാര, ഇത്ര പ്രോഡക്റ്റ്സ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ. സോ അപ്പോൾ അത്രയും പ്രോഡക്റ്റ്സ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഐ ഹാവ് ദിസ് വണ്ടർഫുൾ, ഇതെന്താ പറയുക ഇതിന്, ലിപ് ഗ്ലോസ്. നമുക്ക് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ഇട്ട് നോക്കാം. ഇതിൻ്റെ മേളിൽ ഇത് വേറൊരു കളറാണ് ഈ ലിപ് ഗ്ലോസിന്. ബട്ട് കൊള്ളാം. എനിക്ക് ലിപ് ഗ്ലോസ് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ മാക്കിൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വെരി, എനിക്കുണ്ടല്ലോ മോയിസ്ചറൈസർ ഇല്ലാതിരിക്കുന്ന സാധനം ഇഷ്ടമല്ല. എനിക്ക് മോയിസ്ചറൈസർ നന്നായിട്ട് കൊടുക്കുന്ന, സ്കിന്നിനെ നറിഷ് ചെയ്യുന്ന മേക്കപ്പ് പ്രോഡക്റ്റ്സ്, അതായത് സ്കിൻ കെയർ തന്നെയുള്ള മേക്കപ്പ് പ്രോഡക്ട്സിനോടാണ് കൂടുതൽ താല്പര്യം. നൈക്ക അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ ആക്ച്വലി അല്ല. പക്ഷെ നമ്മുടെ ഒരു എക്കണോമിയൊക്കെ വെച്ചിട്ടാണ് ഞാൻ പ്രോഡക്റ്റ്സ് നോക്കുന്നത്. ഐ മീൻ ബജറ്റ് അനുസരിച്ച് നോക്കി വാങ്ങിക്കുന്നതായതുകൊണ്ട് കുറച്ചുകൂടെ ഹൈ എൻഡിൽ നമുക്ക് സ്കിൻ കെയർ വരുന്ന പ്രോഡക്റ്റ്സ് വാങ്ങാൻ കിട്ടും. സോ ഒരു നോർമലായിട്ട് ഇപ്പോൾ ഒരു ബിഗിനർ ആണെങ്കിൽ, മേക്കപ്പ് ചെയ്യുന്ന അധികം അറിയില്ല, ഒരു ബിഗിനർ ആണെങ്കിൽ ഐ സജസ്റ്റ് ദീസ് പ്രോഡക്ട്സ്. ഓൾസോ ഞാനൊരു ഇപ്പം എൻ്റെ ലിപ്പിലൊരു ബ്ലൂ കളർ, നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുമോ ചോദിക്കാൻ, ബ്ലൂ കളർ ഐ ഷാഡോ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അത് ഇവിടെ ഒരു ചെറിയൊരു വാല് ഇട്ടിങ്ങനെ ഇട്ടിട്ടുണ്ട്. എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാമോ, ഈ വാലൊക്കെ ഇടുമ്പം ഒരു സൈഡിൽ ഒരു പോലെയും മറ്റു സൈഡിൽ മറ്റു പോലെ ആവുന്നത് എൻ്റെ ഒരു ബിഗ് പ്രോബ്ലം ആയിട്ടാണ് ഞാൻ കരുതിയത്. ബട്ട് റീസെൻ്റ് ആയിട്ട് ഞാനൊരു പ്രൊഫഷണൽ മേക്കപ്പ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഇട്ട് തന്ന പ്രൊഫഷണൽ ആയിട്ടുള്ള ലേഡിക്കും ഹാവിങ് ദ സെയിം പ്രോബ്ലം. അപ്പോൾ ഞാൻ എനിക്കൊരു സമാധാനമായി. അപ്പോൾ ഞാൻ മാത്രമല്ല, അത് കണ്ടപ്പം എനിക്ക് ഇച്ചിരി ഒരു ആശ്വാസം വന്നു. സോ ഇനി ഒത്തിരി പ്രോഡക്റ്റ്സ് ഒക്കെ പരിചയപ്പെടുത്താം. തൽക്കാലം നമുക്ക് ഇത്രയും പ്രോഡക്ട്സിൽ ഇന്ന് ഞാൻ ഇത്രയല്ലേ യൂസ് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ എന്താ ലൈറ്റായിട്ട് ഞാൻ ബ്ലഷ് യൂസ് ചെയ്യത്തുള്ളൂ. എന്താ പറയുക, നോ മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ. പിന്നെ ഒരു ചന്ദനം കൂടെ ഇട്ടു. രാത്രിയിൽ എന്തിനാണ് ചന്ദനം ഇടുന്നതെന്ന് ഐ ഹാവ് നോ ഐഡിയ. ബട്ട് സ്റ്റിൽ ഫോർ ഫിനിഷിങ് ദാറ്റ് ക്ലാസി ലുക്ക് ഐ യൂസ് ദ ചന്ദനം. പിന്നെ ഈ പൊട്ട് ഞാൻ പിന്നെ എപ്പോഴും ഇങ്ങനെ ഇടുന്നൊരു പൊട്ടാണ്. ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാൻ പറ്റിയില്ല. സോ ഐ ജസ്റ്റ് എന്താ പറയുക, ഇൻട്രൊഡ്യൂസ് സം പ്രോഡക്ട്സ്. ഇതൊക്കെ എല്ലാവരും യൂസ് ചെയ്യുന്നതായിരിക്കും, ഐ നോ. ബട്ട് ഇപ്പം ഒരു ബജറ്റിൽ അത്യാവശ്യം നല്ല പ്രോഡക്ട്സ് വേണമെങ്കിൽ എന്നുണ്ടെങ്കിൽ ഞാൻ പരിചയപ്പെടുത്തിയെന്നുള്ളൂ. സോ ഞാൻ പറയുകയാണെങ്കിൽ മെയിനായിട്ട് സജസ്റ്റ് ചെയ്യുന്നത് മറ്റേ മാക്കിൻ്റെ ഇത് ഉണ്ട്, പിങ്ക് കളറാണ്. എല്ലാവരും എനിക്കറിയാം, നമ്മൾ ഒറ്റ ഷെയ്ഡല്ല ഒരു കാര്യം ഉപയോഗിക്കുന്നത്. നമുക്ക് പിന്നെ ഈ ലിപ്പ് ലൈനറും ഒക്കെ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത്
ലിപ്സ്റ്റിക്ക് എക്സ്പെരിമെൻ്റ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്കും അങ്ങനെ ആയിരിക്കുമല്ലോ അല്ലേ? അപ്പോൾ ഈ മാക്കിൻ്റെ ഇത് തുറക്കുമ്പോഴുണ്ടല്ലോ, ഓഫ് എന്തൊരു നല്ല മണമെന്നറിയാം, ചോക്ലേറ്റിൻ്റെ. അങ്ങനെ. അപ്പം ശരി, എന്തിനാണെന്നറിയാത്തൊരു വീഡിയോ, ബട്ട് സ്റ്റിൽ എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ വീഡിയോസ് മുടങ്ങാതെ ഇടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത് ഇടുകയാണ്. ദാറ്റ്സ് ഇറ്റ്. ഐ എം ഗോയിങ് ഫോർ എ ഡിന്നർ ഡേറ്റ് ആൻഡ് ദിസ് ഇസ് മൈ ഗെറ്റ് റെഡി വിത്ത് മീ എന്ന് പറയാൻ പറ്റില്ല, പ്രോഡക്റ്റ് ഇൻട്രൊഡക്ഷൻ വീഡിയോ എന്തൊക്കെയാണ് പറയുന്നത്. ബൈ.